ഹലോ നമസ്കാരം. ഇന്നിതാ നമ്മളെ 4 മണി പലഹാരത്തിന് എടുത്ത് പലഹാരമല്ല, നമുക്കൊരു മധുരമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനിതാ ഞാൻ മധുരക്കിഴങ്ങ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് ആവിക്ക് പുഴുങ്ങിയെടുത്തതാണ്. ഇത് നമുക്കൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി നമ്മൾ റവ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് റവ ഇട്ട്. ഇത് വറുത്ത് വെച്ച റവയാണ്. റവ വറുത്തതായാലും വറുക്കാത്തതായാലും ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ കൂടുതൽ സമയമൊന്നും വറുത്തെടുക്കണ്ട. നമ്മൾ വറുത്ത റവ ആയതുകൊണ്ട് നമ്മൾ നെയ്യൊന്നും ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇനി നമുക്കിത് വേവാനുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ റവ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ച് ഉടച്ച് വെച്ചതാണ് ഞാനിത്. മധുരക്കിഴങ്ങാണ്. ഇത് നന്നായിട്ടൊന്ന് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുറുക്കിയെടുത്ത റവ നമുക്കിതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ബ്രെഡ് കുതിർത്തി വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തതാണ്. ഇതുകൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിതാ മുഴുവനായിട്ടും ഇതേ ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മളിതിങ്ങനെ കുറേശ്ശിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളത് മുഴുവനായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മധുരം വേണ്ടവർക്ക് കൂടുതൽ മധുരം ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ കുറച്ച് മധുരം ചേർത്തിട്ടുള്ളതുകൊണ്ട് കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് നട്ട്സ് പൊടിച്ചതാണ്, നല്ല പോലെ പൊടിച്ചതാണ്. ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. അപ്പോൾ അത് നമ്മളെ റവ മധുരക്കിഴങ്ങ് വെച്ച് ഉണ്ടാക്കിയ മധുരം റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഓരോരോ ബോളെടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മധുരക്കിഴങ്ങ് വെച്ച് എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ മധുരക്കിഴങ്ങ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.